അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅലീമുസ് സുഗ്റ ബിശർഹി അജ്നാസിസ് സുഗ്റ. ദർസ് 21. ആദ്യം മത്ന് മാത്രം നോക്കുക. അജ്നാസുസ് സുഗ്റ. അൽ ബാബുർ റാബിഉ അശറ. 14 ബാബ്. ഇഫ് അൻ ലാ യഫ് അൻ ലീ. ഇഫ് അൻ ലാ യഫ് അൻ ലീ ആകുന്നു. ഇഫ് അൻ ലാ യഫ് അൻ ലീ. ഇഫ് ഇൻ ലാ അൻ ഫഹുവ മുഫ്അൻലിൻ വ ഉഫ്ഉൻലിയ. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഉഫ്ഉൻലിയ, യുഫ് അൻ ലാ, ഇഫ് ഇൻ ലാ അൻ ഫഹുവ മുഫ്അൻ ലാ. അൽ അംറു മിൻഹു ഇഫ് അൻലി വന്നഹിയു ലാ തഫ് അൻലി. നഹ്വ ഇസ്ലംഖാ യസ്ലംഖീ. ഇസ്ലംഖാ യസ്ലംഖീ പോലെ. ഇനി നന്നായി ശ്രദ്ധിക്കണം. ഫഅല യഫ്ഉലു. വസ്നിലുള്ള സലഖ യസ്ലുഖു എന്നതിനെ ഇഫ് അൻ ലാ യഫ് അൻ ലീ വസ്നിലേക്ക് മാറ്റി ഇസ്ലംഖാ യസ്ലംഖീ എന്നാക്കിയത് എന്തിനാണ്? അർത്ഥത്തിൽ മാറ്റം വരുത്താനാണ്. എന്ത് മാറ്റമാണ് ഉണ്ടായത്? സലഖ എന്നതിൻ്റെ അർത്ഥം അവൻ മലർത്തിക്കിടത്തി എന്നാണ്. സലഖ എന്നത് മുതഅദ്ദിയായ ഫിഇലാണ്. എന്നാൽ അവൻ മലർന്നു കിടന്നു എന്ന അർത്ഥം ലഭിക്കാൻ വേണ്ടി ഇഫ് അൻ ലാ വസ്നിലേക്ക് മാറ്റി ഇസ്ലംഖാ എന്ന് പറയുന്നു. ഇസ്ലംഖാ അവൻ മലർന്നു കിടന്നു. സലഖ എന്ന ഫിഇലും ഇസ്ലംഖാ എന്ന ഫിഇലും താരതമ്യം ചെയ്ത് പഠിക്കണം. അർത്ഥവ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. സലഖ അവൻ മലർത്തിക്കിടത്തി. ഇസ്ലംഖാ അവൻ മലർന്നു കിടന്നു. യസ്ലുഖു അവൻ മലർത്തിക്കിടത്തുന്നു. അവൻ മലർത്തിക്കിടത്തും. യസ്ലംഖീ അവൻ
മലർന്നു കിടക്കുന്നു, അവൻ മലർന്നു കിടക്കും. ഇവ നന്നായി ചിന്തിച്ച് പഠിക്കേണ്ടതാണ്. സലഖ എന്നതിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ഒരു ഫിഇലിന്റെ ശേഷം ഫാഇൽ ഉണ്ടെങ്കിൽ എങ്ങനെ അർത്ഥം പറയണം, ഫാഇൽ ഇല്ലെങ്കിൽ എങ്ങനെ അർത്ഥം പറയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം, സലഖ സൈദുൻ, സലഖ അംറുൻ, സലഖ മുനീറുൻ. ഇങ്ങനെ സലഖ എന്നതിന് ശേഷം ഫാഇൽ ഉണ്ടെങ്കിൽ അർത്ഥം പറയുന്നതും, ഇനി ഫാഇൽ ഇല്ലാതെ സലഖ എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അർത്ഥം പറയുന്നതും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. ശേഷം ഫാഇൽ ഇല്ലെങ്കിൽ സലഖ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അർത്ഥം പറയണം? അവിടെ ഏറ്റവും യോജിച്ചത് പറയണം. ഒരു ഉദാഹരണം, അദ്ദേഹം മലർത്തിക്കിടത്തി, വേറൊന്ന് അയാൾ മലർത്തിക്കിടത്തി, വേറൊന്ന് അവൻ മലർത്തിക്കിടത്തി. ഏതാണ് പറയേണ്ടത്? അവിടെ ഏറ്റവും യോജിച്ചത് പറയണം. ചിലപ്പോൾ ഇങ്ങനെയും പറയേണ്ടി വരും, സലഖ അവിടുന്ന് മലർത്തിക്കിടത്തി. ചുരുക്കി പറഞ്ഞാൽ അവിടുന്ന് എന്നാണോ, അദ്ദേഹം എന്നാണോ, അയാൾ എന്നാണോ, അവൻ എന്നാണോ പറയേണ്ടത്? അത് വളരെ ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പരിചയമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഞാൻ സലഖ എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ പറയാം. അതിനോട് യോജിച്ചത് സന്ദർഭത്തിനനുസരിച്ച് ചേർക്കാൻ നിങ്ങൾ ശീലിക്കണം. അതായത് അദ്ദേഹം, അയാൾ, അവൻ, അവിടുന്ന്, ഇവയിൽ ഏത് ചേർക്കണം? സന്ദർഭത്തിന് യോജിച്ചത് നിങ്ങൾ ചേർക്കണം. സലഖ, അവൻ കുത്തി വീഴ്ത്തി, അവൻ കുത്തിപ്പറഞ്ഞു. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഒരു ഫിഇലിന് ധാരാളം അർത്ഥങ്ങളുണ്ടെങ്കിൽ ഈ അർത്ഥങ്ങളെല്ലാം ഓർത്തു വെക്കാൻ പ്രയാസമല്ലേ? പ്രയാസമാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമാകും. കുത്തി വീഴ്ത്തി, കുത്തിപ്പറഞ്ഞു, ഈ രണ്ട് അർത്ഥങ്ങളും ഓർത്തു വെക്കാൻ രണ്ടിൻ്റെയും തുടക്കം ശ്രദ്ധിച്ചാൽ മതി. രണ്ടിൻ്റെയും തുടക്കത്തിൽ കുത്തി എന്നൊരു പ്രയോഗമുണ്ട്. കുത്തി വീഴ്ത്തി, കുത്തിപ്പറഞ്ഞു. എന്നാൽ കുത്തി വീഴ്ത്തി എന്നതിൻ്റെയും കുത്തിപ്പറഞ്ഞു എന്നതിൻ്റെയും ആശയ വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ കുത്തി വീഴ്ത്തൽ കൈകൊണ്ടാണ്, കുത്തിപ്പറയൽ നാവുകൊണ്ടുമാണ്. സലഖ, അവൻ കുത്തിപ്പറഞ്ഞു എന്ന അർത്ഥമുണ്ടല്ലോ. സലഖ ബില്ലിസാനി, അവൻ കുത്തിപ്പറഞ്ഞു, അവൻ അധിക്ഷേപിച്ചു, അവൻ പരുഷമായി ശകാരിച്ചു, അവൻ വാക് പ്രഹരം നടത്തി. ഇങ്ങനെയാണ് അർത്ഥങ്ങൾ. അതായത് സലഖ എന്നതിന് ശേഷം ബില്ലിസാനി എന്ന് വന്നാൽ അർത്ഥങ്ങൾ അവൻ അധിക്ഷേപിച്ചു, അവൻ പരുഷമായി ശകാരിച്ചു, അവൻ വാക്ക് പ്രഹരം നടത്തി. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ്. അനേകം പ്രയോഗങ്ങൾ ഇതുപോലെ പഠിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ ബന്ധമുള്ളവയാണ്. അവ ബന്ധിപ്പിച്ച് പഠിക്കണം. സലഖ എന്നതിൻ്റെ മറ്റു ചില അർത്ഥങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കേണ്ടതാണ്. സലഖ, അവൻ തിളപ്പിച്ചു, അവൻ പുഴുങ്ങി,
അവൻ വേവിച്ചു, അവൻ വെള്ളത്തിൽ ഇട്ടു വേവിച്ചു. ഈ അർത്ഥങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ആശയത്തിൽ തന്നെ ചെറിയ ബന്ധങ്ങൾ കാണാം, എന്നാൽ വ്യത്യാസവുമുണ്ട്. അവൻ വെള്ളത്തിൽ ഇട്ടു വേവിച്ചു, അവൻ തിളച്ച വെള്ളത്തിൽ മുക്കി തൂവൽ കളഞ്ഞു എന്നീ അർത്ഥങ്ങളും ഉണ്ട്. ഈ രണ്ട് അർത്ഥങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? അതുപോലെ അവൻ തിളച്ച ദ്രാവകം കൊണ്ട് പൊള്ളിച്ചു, ഇതും നേരത്തെ പറഞ്ഞു തമ്മിലുള്ള ബന്ധം എന്താണ്? അവൻ പൊരിച്ചു, അവൻ കരിച്ചു. ഇപ്പോൾ അനേകം അർത്ഥങ്ങൾ സലഖ എന്നതിന് പറഞ്ഞു. ഈ അർത്ഥങ്ങൾ പരമാവധി ബന്ധിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഒരർത്ഥവും മറ്റൊരർത്ഥവും തമ്മിലുള്ള ബന്ധം, ആശയത്തിലുള്ള സാമ്യം, ഇവയെല്ലാം ചിന്തിച്ച് മനസ്സിലാക്കണം. ഇനി തഫഅല യതഫഅലു വസ്നിലുള്ള തസല്ലഖ യതസല്ലഖു എന്നാണെങ്കിൽ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട്? തസല്ലഖ അവൻ മുകളിൽ കയറി, തസല്ലഖ ഷജറത അവൻ വൃക്ഷത്തിന്റെ മുകളിൽ കയറി, തസല്ലഖൽ ജിദാറ അവൻ മതിലിന്റെ മുകളിൽ കയറി, തസല്ലഖ അവൻ പൊത്തിപ്പിടിച്ചു കയറി, തസല്ലഖൽ ജിദാറ അവൻ മതിലിൽ പൊത്തിപ്പിടിച്ചു കയറി. ഈ പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വളരെ പെട്ടെന്ന് താരതമ്യം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫഅല യഫ്ഉലു വസ്നിലുള്ള സലഖ യസ്ലുഖു, ഇഫ്അൻ ലാ യഫ്അൻ ലി വസ്നിലുള്ള ഇസ്ലൻഖ യസ്ലൻഖി, തഫഅല യതഫഅലു വസ്നിലുള്ള തസല്ലഖ യതസല്ലഖു. ഇവയുടെ അർത്ഥങ്ങൾ താരതമ്യം ചെയ്യുക. സലഖ അവൻ മലർത്തിക്കിടത്തി, ഇസ്ലൻഖ അവൻ മലർന്നു കിടന്നു, തസല്ലഖ അവൻ മുകളിൽ കയറി. ഇസ്ലൻഖ എന്നത് എങ്ങനെ സ്വർഫാക്കണം? ഇസ്ലൻഖ, ഇസ്ലൻഖയ, ഇസ്ലൻഖൗ, ഇസ്ലൻഖത്, ഇസ്ലൻഖതാ, ഇസ്ലൻഖൈന, ഇസ്ലൻഖൈത, ഇസ്ലൻഖൈതുമാ, ഇസ്ലൻഖൈതും, ഇസ്ലൻഖൈതി, ഇസ്ലൻഖൈതുമാ, ഇസ്ലൻഖൈതുന്ന, ഇസ്ലൻഖൈതു, ഇസ്ലൻഖൈന. ഇനി ഇതിൻ്റെ മുൻപ് നഫി ചെയ്യാനുള്ള മാ ചേർക്കുകയാണെങ്കിൽ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. മസ്ലൻഖ, ഇവിടെ മാ ഇസ്ലൻഖ എന്നല്ല പറയേണ്ടത്, മസ്ലൻഖ എന്ന് പറയണം. സർഫാക്കുന്നത് ശ്രദ്ധിച്ചോളൂ. മസ്ലൻഖ, മസ്ലൻഖയ, മസ്ലൻഖൗ, മസ്ലൻഖത്, മസ്ലൻഖതാ, മസ്ലൻഖൈന, മസ്ലൻഖൈത, മസ്ലൻഖൈതുമാ, മസ്ലൻഖൈതും, മസ്ലൻഖൈതി, മസ്ലൻഖൈതുമാ, മസ്ലൻഖൈതുന്ന, മസ്ലൻഖൈതു, മസ്ലൻഖൈന. യസ്ലൻഖി, യസ്ലൻഖി
അവൻ മലർന്നു കിടക്കുന്നു. അവൻ മലർന്നു കിടക്കും. യസ്ലംഖി എന്നത് സർഫാക്കുന്നത് ശ്രദ്ധിക്കണം. യസ്ലംഖി, യസ്ലംഖിയാനി, യസ്ലംഖൂന, തസ്ലംഖി, തസ്ലംഖിയാനി, യസ്ലംഖീന, തസ്ലംഖി, തസ്ലംഖിയാനി, തസ്ലംഖൂന, തസ്ലംഖീന, തസ്ലംഖിയാനി, തസ്ലംഖീന, അസ്ലംഖി, നസ്ലംഖി. ഇസ്ലിൻഖാഅൻ, ഇസ്ലിൻഖാഅൻ എന്നത് മസ്ദറാണ്. മസ്ദർ ഇസ്ലിൻഖാഉൻ, ഇസ്ലിൻഖാഅൻ, ഇസ്ലിൻഖാഇൻ, ഇങ്ങനെ 3 രൂപത്തിൽ പറയാറുണ്ട്. അലിഫ്ലാം കൊടുത്ത് അൽ ഇസ്ലിൻഖാഉ, അൽ ഇസ്ലിൻഖാഅ, അൽ ഇസ്ലിൻഖാഇ ഇങ്ങനെയും പറയാറുണ്ട്. ഫഹുവ മുസ്ലൻഖിൻ വ ഉസ്ലുൻഖിയ. ഉസ്ലുൻഖിയ എന്നത് സർഫാക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഉസ്ലുൻഖിയ, ഉസ്ലുൻഖിയ, ഉസ്ലുൻഖു, ഉസ്ലുൻഖിയത്, ഉസ്ലുൻഖിയത, ഉസ്ലുൻഖീന, ഉസ്ലുൻഖീത, ഉസ്ലുൻഖീതുമ, ഉസ്ലുൻഖീതും, ഉസ്ലുൻഖീതി, ഉസ്ലുൻഖീതുമ, ഉസ്ലുൻഖീതുന്ന, ഉസ്ലുൻഖീതു, ഉസ്ലുൻഖീന. യുസ്ലൻഖ, യുസ്ലൻഖ എന്നത് സർഫാക്കുന്നത് ശ്രദ്ധിക്കുക. യുസ്ലൻഖ, യുസ്ലൻഖയാനി, യുസ്ലൻഖൗന, തുസ്ലൻഖ, തുസ്ലൻഖയാനി, യുസ്ലൻഖൈന, തുസ്ലൻഖ, തുസ്ലൻഖയാനി, തുസ്ലൻഖൗന, തുസ്ലൻഖൈന, തുസ്ലൻഖയാനി, തുസ്ലൻഖൈന, ഉസ്ലൻഖ, നുസ്ലൻഖ. ഇനി അടുത്ത് മസ്ദർ ഇസ്ലിൻഖാൻ. ഫഹുവ മുസ്ലൻഖൻ. നമ്മൾ നേരത്തെ മുസ്ലൻഖൻ എന്നതിന്റെ വസ്ന് പറഞ്ഞത് എന്താണ്? മുഫ്അൻല, മുഫ്അൻലൻ, മുഫ്അൻലൻ, മുഫ്അൻല എന്ന് ചിലപ്പോൾ വായിക്കും. മുഫ്അൻലൻ എന്നും പറയേണ്ട സന്ദർഭങ്ങളുണ്ട്. മുസ്ലൻഖ, മുസ്ലൻഖൻ, മുസ്ലൻഖൻ എന്നാണ് ഇസ്മു മഫ്ഊൽ. അൽ അംറു മിൻഹു ഇസ്ലൻഖി വന്നഹിയു ലാ തസ്ലൻഖി. ഇസ്ലൻഖ എന്നതിന് അറബിയിലുള്ള വിശദീകരണം ഇസ്ലൻഖ ഐ നാമ അല ലഹ്രിഹി ഐ, അതായത് നാമ അവൻ ഉറങ്ങി, അലാ ലഹ്രിഹി അവന്റെ മുതുകിന്റെ മേൽ, അവൻ അവന്റെ മുതുകിന്റെ മേൽ കിടന്നുറങ്ങി. ഇസ്ലൻഖ അവൻ മുതുകിന്മേൽ കിടന്നുറങ്ങി, അവൻ മലർന്നു കിടന്നുറങ്ങി. ഇനി മത്നും ഷറഹും കൂടി നോക്കുക. ഷറഹ് തഅലീമുസ് സൂറ. അൽ ബാബുർ റാബിഉ അശറ മിൻഹു ബാബു ഇഫ്അൻ ലാ യഫ്അൻ ലി ബിഫത്ഹിൽ ലാമി ഫിൽ മാളി. ഭൂതകാല ക്രിയയിൽ ലാമിന് ഫതഹ് കൊണ്ട് ഇഫ്അൻ ലാ എന്നതിൽ
ലാമിന് ഫതഹാണല്ലോ. വ കസ്രിഹ ഫിൽ മുളാരിഇ, മുളാരിഇൽ അതിന് കസ്ർ കൊണ്ടും. യഫ്അൻ ലി എന്നതിൽ ലാമിന് കസ്റാണല്ലോ. വബി സിയാദത്തിൽ ഹംസത്തി വന്നൂനി വൽ യാഇ, ഹംസ നൂൻ യാ എന്നിവ വർദ്ധിപ്പിക്കൽ കൊണ്ടും. വയുസമ്മ ദാലിക അതിന് പേര് പറയപ്പെടും ബാബൽ ഇഫ്ഇൻ ലാ, ഇഫ്ഇൻ ലാ ബാബ് എന്ന്. ഇഫ്അൻ ലാ യഫ്അൻ ലി എന്നതിൻ്റെ മസ്ദർ ഇഫ്ഇൻ ലാ അൻ എന്നാണല്ലോ. ആ മസ്ദറിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ് ഇവിടെ പേര് വെച്ചത് ബാബുൽ ഇഫ്ഇൻ ലാ ഇ എന്ന്. മസ്ദറുഹു അതിൻ്റെ ക്രിയാധാതു ഇഫ്ഇൻ ലാ അൻ, ഇഫ്ഇൻ ലാ അൻ എന്നാണ്. അത് സന്ദർഭത്തിനനുസരിച്ച് വായിക്കും. ഇവിടെ ഇഫ്ഇൻ ലാ അൻ എന്ന് തന്നെ വായിക്കണം, മത്തിനിൽ അങ്ങനെയാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഫ്ഇൻ ലാ ഉൻ എന്ന് വായിക്കേണ്ട സന്ദർഭമുണ്ട്, ഇഫ്ഇൻ ലാ അൻ എന്ന് വായിക്കേണ്ട സന്ദർഭമുണ്ട്, ഇഫ്ഇൻ ലാ ഇൻ എന്ന് വായിക്കേണ്ട സന്ദർഭമുണ്ട്. മസ്ദറിന് റഫ്, നസ്ബ്, ജറ് എന്നിവ സന്ദർഭത്തിനനുസരിച്ച് മാറി വരുമല്ലോ. ഫഹുവ മുഫ്അൻ ലിൻ, അസ്ലുഹു മുഫ്അൻ ലിയുൻ, അതിൻ്റെ പൂർവ്വരൂപം മുഫ്അൻ ലിയുൻ എന്നാണ്. വ ഉഫ്ഉൻ ലിയ യുഫ്അൻ ലാ ഇഫ്ഇൻ ലാ അൻ ഫഹുവ മുഫ്അൻ ലൻ. അൽ അംറു മിൻഹു ഇഫ്അൻ ലി, അൽ അംറു ലിൽ ഹാദിരി മിൻഹു ഇഫ്അൻ ലി ബികസ്രിൽ ലാമി, ലാമിന് കസ്ർ കൊണ്ട്. വ അലാമത്തു ജസ്മിഹി അതിലെ ജസ്മിൻ്റെ അടയാളം ബി ഹദ്ഫി ആഖിരിഹി അതിൻ്റെ അവസാനത്തതിനെ കളയൽ കൊണ്ടാണ്. അവസാനം യാ ആണുള്ളത്, ആ യാഇനെ കളയൽ കൊണ്ടാണ്. വൽ ഗായിബ് മിൻഹു അതിനുള്ള ഗായിബ് അംറു ഗായിബ് ലിയഫ്അൻ ലി ലിയുഫ്അൻ ല. വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തഫ്അൻ ലി. ബികസ്രിൽ ലാമി ലാമിന് കസ്ർ കൊണ്ട്. വൽ ഗായിബ് മിൻഹു ലാ യഫ്അൻ ലി ലാ യുഫ്അൻ ല. നഹ്വ ഇസ്ലൻഖാ യസ്ലൻഖി ഇസ്ലിൻഖാഅൻ ഫഹുവ മുസ്ലൻഖിൻ വ ഉസ്ലുൻഖിയ യുസ്ലൻഖാ ഇസ്ലിൻഖാഅൻ ഫഹുവ മുസ്ലൻഖൻ. അൽ അംറു ലിൽ ഹാദിരി മിൻഹു ഇസ്ലൻഖി ലിയസ്ലൻഖി ലിയുസ്ലൻഖ. വന്നഹിയു ലിൽ ഹാദിരി മിൻഹു ലാ തസ്ലൻഖി. വൽ ഗായിബു മിൻഹു ലാ യസ്ലൻഖി ലാ യുസ്ലൻഖ. ഇന്നത്തെ സബക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സലഖ എന്നതിൻ്റെ അർത്ഥങ്ങൾ, ഇസ്ലൻഖ എന്നതിൻ്റെ അർത്ഥം, തസല്ലഖ എന്നതിൻ്റെ അർത്ഥങ്ങൾ. സലഖ എന്നതിൻ്റെയും ഇസ്ലൻഖ എന്നതിൻ്റെയും തസല്ലഖ എന്നതിൻ്റെയും അർത്ഥങ്ങൾ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ. പിന്നെ ഇസ്ലൻഖ, ഇസ്ലൻഖി, ഉസ്ലുൻഖിയ, ഇസ്ലൻഖ എന്നിവ എങ്ങനെ സർഫാക്കണം, ഇങ്ങനെ അനേകം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ഭാഗങ്ങൾ ആവർത്തിച്ച് കേട്ട് എഴുതി വെക്കുകയും ആവർത്തിച്ച് ചൊല്ലിപ്പഠിക്കുകയും ചെയ്യേണ്ടവയാണ്. എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ എഴുതി പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നന്നായി ഹോംവർക്ക് ചെയ്യണം.
എന്നാൽ നല്ല പുരോഗതി ഉണ്ടാവും. അല്ലാഹു തആല നന്നായി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് രണ്ട് ലോകത്തും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.